ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം, ഒരു പഴയ വണ്ടിയുടെ ഒരു റിവ്യൂ ആണ്. അതായത് നമ്മുടെ ലെജൻഡറി ഐറ്റംസിൻ്റെയൊക്കെ ഒരു റിവ്യൂ പോലെ നമ്മളൊരു ചെറിയൊരു സെക്ഷൻ തുടങ്ങുകയാണ്. അതായത് ബ്രിങ്ങിങ് ബാക്ക് ലെജൻഡ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പഴയ പടക്കുതിരകളില്ലേ, നമ്മുടെ പണ്ടത്തെ അങ്ങനെയുള്ള ഓരോ വണ്ടികൾ കൊണ്ടുവരുന്ന രീതിയിൽ ഒരു ചെറിയൊരു ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് നമ്മുടെ LMLയുടെ വെസ്പയാണ്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ LMLയുടെ വെസ്പ. അതായത് പിയാഗോയും നമ്മുടെ LML ബ്രാൻഡും കൂടി കൊളാബ് ചെയ്തിട്ട് ഇറക്കിയ ഒരു വെർഷനാണ്. അതായത് പുറത്തുള്ള വെസ്പ അല്ല, ഇത് നമ്മുടെ ഇന്ത്യൻ മെയ്ഡാണ്. ഇതൊരു 1974 മുതൽ 1990 വരെ ഉണ്ടായിരുന്ന ഒരു മോഡലാണിത്. ഇത് 1990 മോഡൽ വെസ്പയാണ്. ഓക്കെ, അപ്പോൾ ഇത് റീപെയിൻറ്റഡ് ഒക്കെയാണ്. ഈ കളറൊന്നും അല്ലായിരുന്നു തോന്നുന്നു. ഇത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. അപ്പോൾ ഇത് പരമാവധി സ്റ്റോക്കാണ്. സ്റ്റിൽ കുറച്ച് പാർട്സൊക്കെ മിസ്സിംഗ് ആണ്. അതായത് ക്രാഷ് ഗാർഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് മിസ്സിംഗ് ആണ്. സ്റ്റിൽ ഓവറോൾ ഇതാണ് നമ്മുടെ വണ്ടി ഓവറോൾ ലുക്ക് എന്നൊക്കെ പറയുമ്പോൾ. നമുക്ക് എല്ലാ വണ്ടികളും പോലെ നമുക്ക് ആദ്യം തന്നെ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ തന്നെ ഒരു ഹാലജൻ ബൾബ് കാണാം. ഹാലജനാണ് വരുന്നത്. ആ ഒരു ടൈമിൽ നമുക്ക് LED എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ എന്തിനാണ് ഇങ്ങനത്തെ വണ്ടികൾ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്. അതായത് സ്റ്റേഷനായാലും കുറച്ച് പ്രായമായാലും എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണ്. അപ്പോൾ ഹാലജൻ ബൾബാണ് വരുന്നത്. ഇതിൽ തന്നെയാണ് ഡിമ്മും ബ്രൈറ്റും വരുന്നത്. ഇവിടെ 2 ഇൻഡിക്കേറ്റേഴ്സ് കാണാം. ഇവിടെ ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു ഗ്രില്ല് പോലത്തെ സെറ്റപ്പ് ഉണ്ട്. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ഹോണാണ് ഇവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്. അടുത്ത് നമ്മുടെ ഫ്രണ്ടിലൊക്കെ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി, അതായത് ബ്ലാക്ക് പോലത്തെ സാധനം ഒരു ചെറിയ പീസൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോഴിറങ്ങുന്ന വണ്ടികളെ പോലെയല്ല, എല്ലാം മെറ്റലാണ്. ഇത് മെറ്റലാണ്, ഇത് മെറ്റലാണ്. ഇത് പക്ഷേ പ്ലാസ്റ്റിക്കാണ് കേട്ടോ. ഇതും പ്ലാസ്റ്റിക്കാണെന്ന് തോന്നുന്നു. ഇതും പ്ലാസ്റ്റിക്കാണ്. പിന്നെ 2 ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ടയേഴ്സ് ഫ്രണ്ട് വരുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഫ്രണ്ടിലത്തെ കാര്യങ്ങളെന്ന് പറയുക. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലോട്ട് ടയറിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിലൊരു സസ്പെൻഷൻ വരുന്നുണ്ട്. അത് നമ്മുടെ സിംഗിൾ സൈഡ് പോലത്തെ ഇപ്പോഴത്തെ സ്കൂട്ടേഴ്സ് വരുന്ന പോലെ തന്നെ അതുപോലത്തെ അതായത് നിങ്ങൾ ആ ഒരു ഏജ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് എന്നെക്കാട്ടും ഒരു 10-15 വയസ്സ്, അതായത് എനിക്ക് തോന്നുന്നു ഇതിനൊരു 30-something ഇയർ എന്തോ ഉണ്ടെന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കോ. ഓക്കെ, അപ്പോൾ ആ ഒരു ഇയറിലുള്ള ഒരു സസ്പെൻഷനാണ് വരുന്നത്. നിങ്ങളിപ്പോൾ ഇങ്ങനത്തെ റോഡിലൊക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാം നമ്മുടെ കയ്യിലറിയാൻ പറ്റും. സോ നിങ്ങൾ കംഫർട്ടൊക്കെ നോക്കിയാണ്, അല്ലെങ്കിൽ നമ്മൾ ബാക്കി വണ്ടികളെ കമ്പയർ ചെയ്യുമ്പോൾ കംഫർട്ട് നോക്കി കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു കാര്യമൊന്നുമില്ല. സ്റ്റിൽ ആ ഒരു ഇയർ ഇത് ഭയങ്കര കംഫർട്ടായി. 125mm ഒരു ഡ്രം ബ്രേക്ക് സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ ഡ്രം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ സ്പീഡോമീറ്റർ കേബിളൊക്കെ വരുന്നുണ്ട്. സ്പീഡോമീറ്റർ ഒന്നും വർക്കിംഗ് അല്ല കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ സ്പീഡൊക്കെ ചെക്ക് ചെയ്യായിരുന്നു. ടോപ്പ് സ്പീഡൊന്നും ഇല്ലെങ്കിലും സ്റ്റിൽ ഇതിൻ്റെ ടോപ്പ് സ്പീഡൊക്കെ ഉണ്ട് കേട്ടോ, ഞാൻ ചുമ്മാ പറഞ്ഞത്. ഓക്കെ, അങ്ങനെ ഒരു ഡ്രം ബ്രേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 10 ഇഞ്ചിൻ്റെ ഒരു മെറ്റൽ റിമ്മ് വരുന്നുണ്ട്. അതിലെന്ന് പറയുമ്പോൾ ഇതിൽ കിടക്കുന്ന ടയർ ഇത് അപ്സൈസ് ചെയ്തിട്ടുള്ള ടയറാണ്. ഇത് MRFൻ്റെ 3.50:10 ഒരു റേഷ്യോയിൽ വരുന്ന ഒരു ടയറാണ് ഫ്രണ്ടിൽ വരുന്നത്. ഇതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ ഇതിൽ വരുന്നതിനെക്കാട്ടും കുറച്ച് ചെറിയ ടയറായിരുന്നു. ഇതിൻ്റെ ഓണർ ഇതിനെ അപ്ഗ്രേഡ് ചെയ്തതാണ്. അടുത്ത് നമുക്ക് പുറകിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുമ്പോൾ. സിംഗിൾ സീറ്റാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ചിലതിൽ നമുക്ക് ഡബിൾ സീറ്റൊക്കെ കാണാൻ പറ്റും. സ്റ്റിൽ ഇതിൽ സിംഗിൾ സീറ്റാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ 2 ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. ഇവിടെ ഒരു ബ്രേക്ക് ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ നമ്പർ പ്ലേറ്റ് വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ സീറ്റ്. ഇതാണ് നമ്മുടെ സീറ്റ് തുറക്കുന്നത്. സീറ്റ് തുറക്കാൻ വേണ്ടി ഇവിടെ ചില വണ്ടികൾക്ക് ഇവിടെ സ്വിച്ചൊക്കെ ഉണ്ട്, ബട്ട് ഇതിൽ സ്വിച്ചൊന്നുമില്ല. നിങ്ങൾ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. മറ്റുള്ള വണ്ടികളെ പോലെ നമുക്ക് ഒന്നും വയ്ക്കാനുള്ള സ്പേസ് ഒന്നുമില്ല. സ്റ്റിൽ ഇവിടെ ഒരു ടാങ്ക് വരുന്നുണ്ട്. ഇത് 6.8 ലിറ്ററിൻ്റെ ടാങ്കാണ് വരുന്നത്. ഇവിടെ നമ്മുടെ ഫ്യൂൽ ഗേജിന് വേണ്ടിയുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു എയർ ഇൻടേക്ക്, നമ്മുടെ എയർ ഫിൽറ്ററൊക്കെ വരുന്നത് ഇവിടെയാണ്. നമുക്കിത് തുറന്ന് കാണിച്ചു തരാം. എയർ ബോക്സിലോട്ട് പോകുന്ന ഒരു ഇൻടേക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത് ഇവിടെ 2 ലിവർ കൊടുത്തിട്ടുണ്ട്. ഈ ലിവർ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, LML അല്ലെങ്കിൽ വെസ്പ അങ്ങനത്തെ സീരീസ് വരുമ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് എൻജിൻ വരുന്നത്. പില്ലിയൻ നമ്മൾ ഇപ്പോഴത്തെ കാലത്തുള്ള വണ്ടിയൊക്കെ എന്ന് പറയുമ്പോൾ എല്ലാം ലെഫ്റ്റ് സൈഡിലാണ് എൻജിൻ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലെന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിലാണ് വരുന്നത്. സോ അവർ ആ ഒരു വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി അവർ ഈ സൈഡിൽ നമ്മുടെ എൻജിനും കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ, അതായത് ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവരുടെ സ്പെയർ വീൽ, ഇവിടെ കാണാം ഒരു വെസ്പയുടെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇത് ലേഡീസ് ഫുഡ് റെസ്റ്റ് പോലത്തെ സാധനമാണ്. ഇവിടെ ഒരു ടയർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 2 സ്റ്റോറേജ് ഏരിയാസ് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. ഇത് 2 ആക്സസ് ചെയ്യാൻ വേണ്ടിയുള്ള 2 സാധനങ്ങളാണ് ഇതായിരിക്കുന്നത്. ഇതൊരു ലിവർ, ഇതിൻ്റെ അകത്ത് ടയറാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ പുറകിലെന്ന് പറയുമ്പോൾ ഇത് എൻജിൻ സൈഡാണ്. എൻജിൻ സൈഡ് കാണിക്കണേന്ന് പറയുമ്പോൾ ഓക്കെ, ഇതിനെ പിടിച്ച് പൊക്കുക. ഓക്കെ, ഇതിങ്ങനെ ലോക്ക് മാറ്റിയിട്ട് ഇതിനെ ഇങ്ങനെ എടുക്കണം. ഇവിടെ ഒരു ലോക്കുണ്ട്. ഇത് കുറച്ച് ടാസ്ക്കാണ് ഇത് വിടുവിച്ചെടുക്കുക എന്ന് പറയുന്നത്. ഓക്കെ, ഇതിങ്ങനെയാണ് ഇതിൻ്റെ ഇളകിയെടുക്കുന്നത്. ഓക്കെ,
ഓക്കെ, ഇതിവിടെയാണ് ഇൻഡിക്കേറ്റർ വരുന്നത്. ഇതിൽ ഇൻഡിക്കേറ്ററൊക്കെ കുറച്ച് ഇളകിയിരിക്കുകയാണ്. സോ ഇങ്ങനെയാണ് ഇത് ഇളക്കിയെടുക്കുന്നത്. ഇതാണ് നമ്മുടെ എൻജിൻ എന്ന് പറയുമ്പോൾ. ഇതിലെന്ന് പറയുമ്പോൾ ഒരു 149cc സിംഗിൾ സിലിണ്ടർ 2 സ്ട്രോക്ക് എൻജിനാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഫ്ലൈ വീലുണ്ട്, നമ്മുടെ കിക്കർ ഇവിടെ വരുന്നുണ്ട്. 2 സ്ട്രോക്ക് എൻജിനാണ്. അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഒരു 2 സ്ട്രോക്ക് എൻജിനാണ് ഇതിൽ വരുന്നത്. നിങ്ങൾ മോഡേൺ എൻജിൻ പോലത്തെ ഒരു ലുക്കല്ല. ഇവിടെ ഒരു കവറിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എയർ ബോക്സ് എന്ന് പറയുമ്പോൾ. ഇതാണ് ഞാൻ പറഞ്ഞിരുന്ന മേളിൽ നിന്ന് വരുന്ന എയർ ബോക്സിലേക്കുള്ള പൈപ്പ് എന്ന് പറയുമ്പോൾ. കണ്ടില്ല, ഇപ്പോൾ ഒരു സൈഡ് തുറന്ന് വെച്ചിട്ടുണ്ട്, നിങ്ങളിത് അധികം കണ്ടിട്ടുണ്ടാവില്ല. അടുത്ത് പുറകിലെന്ന് പറയുമ്പോൾ ഒരു മോണോഷോക്ക് വരുന്നുണ്ട്. അതായത് ഇപ്പോഴത്തെ വണ്ടികളിൽ വരുന്ന പോലത്തെ ഒരു മോണോഷോക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ പുറകിലെന്ന് പറയുമ്പോൾ സെയിം 10 ഇഞ്ചിൽ സെയിം പ്രൊഫൈൽ ടയർ തന്നെയാണ് വരുന്നത്. അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി. ഇത് സ്റ്റോക്കാണ് എൻജിൻ. ഇതിൽ ഒരു പോർട്ടിങ്ങോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് പോർട്ടിംഗ് ഒക്കെ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പവറൊക്കെ കൂട്ടാൻ പറ്റും. അത് ഞാൻ ആ ഒരു മോഡിഫിക്കേഷൻ്റെ പാർട്ടിൽ വരുമ്പോൾ ഞാൻ എന്തായാലും കാര്യങ്ങൾ പറയാം. അപ്പോൾ ഈ ഒരു എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറയുമ്പോൾ ഒരു 8.5 bhp ആയി 5500 RPM ഒരു 11 Nm ടോർ അറ്റ് 3250 RPM ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇത് ഓടിക്കുമ്പോൾ ഇതിൻ്റെ പവറൊക്കെ കാണിച്ചു തരാം. ഇത് ഫുൾ സ്റ്റോക്കാണ്. എന്നിട്ട് ഇതിൻ്റെ പവർ ഡെലിവറി എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു എൻജിൻ സ്പെക്കൊക്കെ എന്ന് പറയുമ്പോൾ. ഇനി ഇത് തിരിച്ചു വെക്കണം, അത് കുറച്ച് ടാസ്ക്കുള്ള പരിപാടിയാണ്. നിങ്ങളിത് നോർമലി ഇതെങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റത്തില്ല, കാരണം വയറിംഗ് ഒക്കെ ഉണ്ട്. അതായത് അത് അങ്ങനത്തെ വയറിംഗ് ഒക്കെ ഉണ്ട്. സോ ഇങ്ങനെ എടുത്ത് പെട്ടെന്ന് ഊരി വയ്ക്കാൻ പറ്റില്ല, ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാനേ പറ്റൂ. അപ്പോൾ ഇതിൻ്റെ എക്സോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതുവഴി പോയിട്ട് ഇത് ഇവിടെ ഒരു ക്യാറ്റ് പോലത്തെ സെറ്റപ്പൊക്കെ ഉണ്ട്. എന്നിട്ട് ഇതിൻ്റെ എക്സോസ്റ്റ് വരുന്ന ഇപ്പുറത്തെ സൈഡിലാണ്, ഈ ഒരു സൈഡിലായിട്ടാണ് എൻ്റെ ഒരു എക്സോസ്റ്റ് വരുന്നത്. ഒരു അണ്ടർബെല്ലി എക്സോസ്റ്റ് എന്നൊക്കെ പറയാം. ആദ്യം നമുക്കിതിനെ തിരിച്ചു വയ്ക്കാം. ആദ്യം തന്നെ ഇവിടെ ഒരു ലോക്കുണ്ട്, അതുപോലെ ഇവിടെ ഒരു ലോക്കുണ്ട്, ഇവിടെ ഒരു ലോക്കുണ്ട്. നമുക്ക് ആദ്യം ഈ ലോക്ക് ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് ഇതിനെ ഇതിൻ്റെ അകത്താക്കുക. എന്നിട്ട് അതിനെ ഇതിൻ്റെ അകത്താക്കുക. എന്നിട്ട് ഇതിനെ പിടിച്ചിങ്ങനെ ലോക്കാക്കുക. എന്നിട്ട് ഇതിനെ പിടിച്ച് ഇതിനെ പ്രസ് ചെയ്ത് ഇതിൻ്റെ മുകളിലിടുക. അതാണ് ഏറ്റവും ടാസ്ക്കുള്ള പരിപാടി എന്ന് പറയുമ്പോൾ. നമ്മളിതിങ്ങനെ തിരിച്ചിട്ടു. അപ്പോൾ അവിടെ ചോദിച്ചു. അടുത്തതിൻ്റെ ഇത് കാർബറേറ്ററാണ് വരുന്നത്. കാർബറേറ്ററിൻ്റെ കൺട്രോളൊക്കെ വരുന്നത് ഇവിടെയാണ്. ഇതെന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ റിസർവിലാണ് കിടക്കുന്നത്. ഇതിനെ തിരിച്ച് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് ക്ലോസ്ഡ് ആണ്. അത് കഴിഞ്ഞ് ഇതെന്ന് പറയുമ്പോൾ കോമൺ ആയിട്ടുള്ള നമ്മൾ മെയിനാണ്. അടുത്ത് നമുക്ക് റിസർവിൽ തന്നെ വയ്ക്കാം. ഓക്കെ, അടുത്ത് ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ചോക്കാണ് വരുന്നത്. നമുക്ക് നോർമൽ സ്റ്റാർട്ടിങ് ചെയ്യുന്ന, അതായത് സ്റ്റാർട്ടിങ് ട്രബിൾ എന്തെങ്കിലും വരുമ്പോൾ നമുക്ക് ചോക്ക് വലിച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അടുത്ത് ഇവിടെ നമ്മുടെ ഒരു ഹൂക്ക് സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്, എന്തെങ്കിലും ഹോൾഡ് ചെയ്തിടാൻ വേണ്ടി. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു യൂട്ടിലിറ്റി സ്പേസ് പോലെ എന്തെങ്കിലുമൊക്കെ വയ്ക്കാൻ വേണ്ടിയുള്ളൊരു സ്ഥലം കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് മീറ്ററിലോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഒരു ഫ്യൂൽ ഗേജ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്പീഡോ മീറ്റർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഹൈ ബീമിൻ്റെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഇൻഡിക്കേറ്ററിൻ്റെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ടോട്ടൽ മൈലേജ് ഇവിടെ കാണിക്കുന്നുണ്ട്. അടുത്ത ലെഫ്റ്റ് സൈഡിലെന്ന് പറയുമ്പോൾ ഒരു 4 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. നമ്മുടെ ഹാൻഡിൽ വരുന്ന ഒരു ഗിയർ ബോക്സ്, നമ്മുടെ ഓട്ടോറിക്ഷയൊക്കെ വരുന്ന പോലത്തെ ഒരു ഗിയർ ബോക്സ് ആണ് വരുന്നത്. ഇതിൽ ഫസ്റ്റ് ഇവിടെ ഉണ്ട്, നമുക്കിവിടെ മാർക്കിംഗ് ഉണ്ട്. ഇതാണ് നമ്മുടെ സെലക്ടിങ് പോയിന്റ് എന്ന് പറയുമ്പോൾ. ഇവിടെ ഫസ്റ്റ് ഉണ്ട്. ഈ പോയിന്റ് എന്ന് പറയുന്നത് ന്യൂട്രലാണ്. സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, അങ്ങനെ 4 ഗിയർ വരുന്നുണ്ട്. അടുത്ത് ആ ഒരു ഹാൻഡിൽ തന്നെയാണ് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. ഇത് ലെഫ്റ്റിലോട്ടാണെങ്കിൽ ലെഫ്റ്റ്, സെൻറ്റർ, റൈറ്റ്, ഇത്രയാണ് വരുന്നത്. അടുത്ത് റൈറ്റ് സൈഡിലെന്ന് പറയുമ്പോൾ ഫ്രണ്ട് ബ്രേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈ ബീമും ലോ ബീമിൻ്റെ ഒരു സ്വിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ ലൈറ്റ് ഓൺ ഓഫിൻ്റെ സ്വിച്ച്, പിന്നെ ഹോൺ. ലെഫ്റ്റ് സൈഡിലല്ല ഹോൺ വരുന്നത്, റൈറ്റ് സൈഡിലാണ് ഹോൺ വരുന്നത്. പിന്നെ നമുക്കിത് ഇവിടെ പുറകിലത്തെ ബ്രേക്കും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് എന്ന് പറയുമ്പം. കുറച്ച് ഓൾഡ് വണ്ടിയാണെന്നറിയാം, സ്റ്റിൽ ഇതിന് ഭയങ്കര പൊട്ടൻഷ്യലുള്ള വണ്ടിയാണ്. നമ്മൾ നോർമൽ ഇപ്പോഴത്തെ കാലത്തുള്ള ഒരു ഡ്യൂക്കും അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ റീസ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ 2 ഇരട്ടി പവറൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന വണ്ടികളിപ്പോൾ ഉണ്ട്. ഇതിൻ്റെ അകത്ത് വെസ്പയാണോ ചേതക്കാണോ എന്നറിയത്തില്ല. ഇതിൻ്റെ ഈ ഒരു സെയിം മോഡലിൻ്റെ അകത്ത് നമ്മുടെ RD 350യുടെ എഞ്ചിൻ കയറ്റിയിട്ടുള്ള ഒരു വണ്ടിയുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ട്. ബൈക്ക് വിത്ത് ഗേളിൻ്റെ റിവ്യൂവിൽ കണ്ടൊരു ഒരു വണ്ടിയാണ്. അത് ഞാൻ എൻ്റെ ലിങ്ക് ഇവിടെ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടാകും. ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് എന്നൊക്കെ പറയുമ്പോൾ. നല്ലൊരു ഏജ്ഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഹെഡ്ലൈറ്റൊക്കെ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും LED മേടിച്ചോ അല്ലെങ്കിൽ LED ആക്കാൻ പറ്റും. പക്ഷേ LED ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ലുക്ക് പോവും. ഹാലജൻ തന്നെയാണ് നല്ലത്. പിന്നെ ഇതിൻ്റെ സ്പെയർ പാർട്സ് ഒക്കെ കുറച്ച് ടാസ്ക്കാണ്. ഈ ഒരു ഇൻഡിക്കേറ്റർ ഇപ്പോൾ പുതിയതാണ്, ഇതിൽ ഇൻഡിക്കേറ്റർ ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഒരു ഇൻഡിക്കേറ്ററൊക്കെ കിട്ടാൻ കുറച്ച് ടാസ്ക്കുള്ള പണിയാണ്. ഇതിൻ്റെ സ്പെയർ പാർട്സ് കിട്ടാനും കുറച്ച് ടാസ്ക്കാണ്. പക്ഷേ വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കിട്ടുമല്ലോ. അതായത് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിട്ടിരുന്നിട്ട് സാധനം കിട്ടി വണ്ടിയിൽ വെച്ചിട്ട് വണ്ടി ഓടിക്കുമ്പോൾ ഉള്ളൊരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു ഡിഫറൻറ്റ് ഫീലിംഗ് തന്നെയാണ് പറഞ്ഞത്. ഓക്കെ, അടുത്ത് നമുക്കിതിൻ്റെ ഇപ്പം നിങ്ങൾ ഇത് എടുക്കണോ വേണ്ടതെന്നാണ്. അതായത് ഇത് ഇറങ്ങിയ ടൈം ഇത് 16,000 രൂപയ്ക്കാണ്, അതായത് 16,000 റുപ്പീസിനാണ് നമുക്കിത് വാങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇത് ഈ ഒരു കണ്ടീഷനുള്ളൊരു വണ്ടി അറൗണ്ട് എങ്ങനെ പോയാലും ഒരു 80-90 രൂപയ്ക്കൊക്കെ ആണ് പോകുന്നത്. 90 രൂപയ്ക്കും കിട്ടുമോ ഇല്ലയെന്ന് അറിഞ്ഞുകൂടാ സ്റ്റിൽ, കാരണം ഇപ്പോൾ 2 സ്ട്രോക്കിൻ്റെ ഒക്കെ മാർക്കറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ല ഹൈ ആണ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള മാർക്കറ്റൊക്കെയാണ് കിട്ടുന്നത്. ഇതിനൊക്കെ വീണ്ടും കുറേ മോഡിഫിക്കേഷൻസ് ഉണ്ട്. ഞാൻ ഏതെങ്കിലും മോഡിഫൈ ചെയ്ത വണ്ടികളൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ ഇൻബിൽഡ് ചാമ്പറൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ
ചാമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ആരോ ഒരാൾ റൈറ്റ് സൈഡിലെ ടയർ മാറ്റിയിട്ട് ആ ഒരു സൈഡ് ഒരു ഇൻബിൽഡ് ചാമ്പർ ഏരിയയിലുള്ള ഏതൊരു വണ്ടിയുണ്ട്. അതിൻ്റെ പിക്കോ ആരുടെയെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഞാൻ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടാവും, ഡിസ്പ്ലേയിൽ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടാവാം. സ്റ്റിൽ എനിക്കറിയാം ഇത് സ്റ്റോക്ക് വണ്ടിയല്ല, ഇത് ഒരു നമ്മളൊരു റീസ്റ്റോറേഷൻ്റെ വക്കിലുള്ള ഒരു വണ്ടിയാണ്, അത് റീസ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ്. കുറേ പെയിൻറ്റൊക്കെ ഫെയ്ഡ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് കണക്കാക്കരുത്. ലെജൻഡറി വണ്ടി ആയതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ എടുത്തിട്ട് വന്നത്. വണ്ടി കിട്ടി ഞാൻ എടുത്തു, അത്രേ ഉള്ളൂ. എനിക്കതിൽ സ്പെക്ക് നോക്കിയൊന്നും നിൽക്കാൻ വേണ്ടി പറ്റിയില്ല. എനിക്ക് അത്യാവശ്യം നല്ലതായിട്ട് കിട്ടിയത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഇരുന്ന വണ്ടി ആയതുകൊണ്ടാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. ഓടിക്കുമ്പോൾ നമ്മൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആയിരിക്കും, ഗിയർ എങ്ങനെ മാറും, ഭയങ്കര ടാസ്ക് അല്ലേ. ആക്ച്വലി അത് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ റവ് മാച്ച് ചെയ്യുന്ന പോലെ നമുക്ക് ഇതിൽ റവ് മാച്ച് ചെയ്ത് നിർത്താനൊക്കെ പറ്റും. ഇതിൽ ബാറ്ററി ഇല്ല ആക്ച്വലി, കാരണം ആ ഒരു ജനറേഷനിൽ ബാറ്ററി ഒന്നും അധികം അങ്ങനെ വണ്ടികൾ വന്നിട്ടില്ല. സോ കോയിൽ വെച്ച് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കോയിൽ വെച്ച് തന്നെയാണ് ബാക്കി കാര്യങ്ങളെല്ലാം വർക്കിംഗ് എല്ലാം വരുന്നത്. കോയിലെന്ന് പറയുമ്പം ഇതിൻ്റെ കോയിലൊക്കെ അത്യാവശ്യം എക്സ്പെൻസീവ് എന്നല്ല, ടൈം എടുക്കും വരാൻ വേണ്ടി. ഇതിൻ്റെ കോയിലൊക്കെ കത്തിപ്പോയി കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുത്തിട്ടേ നമുക്ക് കോയിലൊക്കെ കിട്ടൂ. അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്, വെയിറ്റിംഗ് ടൈം ഉണ്ട് വണ്ടിക്ക്. സ്റ്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് എക്സോ സൗണ്ട് ഏൽപ്പിച്ചു തരാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ എക്സോ സൗണ്ട് എന്ന് പറയുമ്പം. ആക്ച്വലി എക്സോസ്റ്റ് അപ്പുറത്താണ് ഇരിക്കുന്നത്, നമുക്ക് കാണിച്ചു തരാം. എക്സോസ്റ്റ് ഈ ഒരു സൈഡിലാണ് ഇരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ഐഡിയൽ സ്പീഡിലുള്ള ഒരു നമ്മുടെ സൗണ്ടൊക്കെ എന്ന് പറയുമ്പോൾ. ഞാൻ പറഞ്ഞല്ലോ, ഇൻബിൽഡ് ചാമ്പറൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 സ്ട്രോക്ക് ഉള്ളവർക്ക് അറിയാം ഇതെങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്നൊക്കെ പറയുമ്പോൾ. സോ ഓക്കെ, ഇപ്പോൾ അറിഞ്ഞൂടാത്തവർക്ക് ഞാൻ വേണ്ടി പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരു 2 സ്ട്രോക്കിൽ ഇതൊരു 2 സ്ട്രോക്ക് വണ്ടിയാണ്. നമുക്കിതിൽ എങ്ങനെയൊക്കെ പവർ കൂട്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ സിലിണ്ടർ വലുതാക്കാൻ പറ്റും. ഇത് 149 cc എന്താണ് വരുന്നത്. നമുക്കിത് വേണമെങ്കിൽ വലുതാക്കാം. ഇതിൻ്റെ ഒരു എൻജിൻ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതിൽ വരുമ്പോൾ 149 cc ആണ്. നമ്മുടെ RX 100ൽ വരുന്നത് 100 cc ആണ്. അതുപോലെ തന്നെ നമ്മുടെ RX 125ൽ വരുന്നത് 125 cc ആണ്. അപ്പോൾ അതിനെക്കാട്ടി ഏറ്റവും കൂടിയൊരു CC വണ്ടിയാണ് ഇതിൽ വരുന്നത്. അതായത് ഒരു കൂടുതൽ CC ഉള്ള ഒരു വലിയൊരു എഞ്ചിനാണ് ഇതിലുള്ളത്. സോ നമുക്ക് എഞ്ചിൻ ഇനി അപ്സൈസ് ചെയ്യുന്നതെന്ന് ഞാൻ പറയുന്നില്ല. ഇതിൻ്റെ പോർട്ടൊക്കെ, അതായത് ഇതിന് വാൾവില്ല, അതിന് പകരം പോർട്ടിൽ കൂടിയാണ് നമ്മൾ ഫ്യൂലിംഗ് നടക്കുന്നത്. പോർട്ടും കാർബറേറ്ററും നമ്മൾ അപ്ഗ്രേഡ് ചെയ്താൽ തന്നെ നമുക്ക് അത്യാവശ്യം പെർഫോമൻസ് വരും ഇതിൻ്റെ അതെന്ന്. അതായത് ഒരു 8 bhp എന്നൊക്കെ പറയുമ്പോൾ ഇതിരിക്കുന്നത് ഒരു 104 kg ആണ് ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ. നിങ്ങൾ അത് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു 8 bhp എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു പവർ ടു വെയിറ്റ് റേഷ്യോയിലാണ് വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ കാർബറേറ്ററും ഇതിൻ്റെ എയർ ഫിൽട്ടർ പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അപ്ഗ്രേഡ് ചെയ്താൽ തന്നെ നമുക്ക് വണ്ടിയുടെ ഒരു നല്ലൊരു പെർഫോമൻസ് കിട്ടും. ഈ ചാമ്പർ എന്ന് പറയുമ്പോൾ RX അല്ലെങ്കിൽ 2 സ്ട്രോക്ക് വണ്ടികളിൽ ചെയ്യുന്നതിന് ഒരു എക്സോ സിസ്റ്റത്തിനെയാണ് നമ്മൾ ചാമ്പർ എന്നൊക്കെ പറയുന്നത്. ചിലപ്പോൾ ഇത് തെറ്റായിരിക്കും. തെറ്റാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക, നമുക്കത് പിൻ ചെയ്ത് വെച്ചിരിക്കാം തെറ്റുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനത്തെ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇതിനെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഫ്രണ്ടിലൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് വെസ്പയുടെ, അതായത് ഈ വെസ്പയുടെ പുതിയ ജനറേഷൻ വെസ്പയാണ് നമ്മളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ അപ്രീലയുടെ കയ്യിലുള്ള ഒരു വെസ്പയുണ്ട്. അതിന് ഞാൻ വേണമെങ്കിൽ ഈ സൈഡിൽ എവിടെയെങ്കിലും ഞാൻ അതിൻ്റെ പിക്ചർ ആഡ് ചെയ്തിട്ടുണ്ട്. ആ വെസ്പയുടെ കുറച്ച് സ്പെയറൊക്കെ വേണമെങ്കിൽ എടുത്ത് കയറ്റി കഴിഞ്ഞാൽ, അതായത് ഫ്രണ്ടിൽ വരുന്ന ഡിസ്ക് ബ്രേക്ക് അങ്ങനത്തെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടിയൊക്കെ നമുക്ക് ഇതിൻ്റെ ലുക്ക് വൈസൊക്കെ കുറച്ചും കൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊക്കെ എന്ന് പറയുമ്പോൾ സ്റ്റിൽ ഒരു എസ്തെറ്റിക് ലുക്കിന് വേണ്ടി കൊണ്ടു നടക്കാം. നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. പുതിയതെടുക്കുന്നതിനെക്കാട്ടും നമ്മൾ എന്തുകൊണ്ടും പഴയ വണ്ടി എടുത്ത് പണിയുന്നത് എന്തുകൊണ്ടും നല്ലൊരു തീരുമാനമാണെന്ന് ഞാൻ പറയും. കാരണം എനിക്കൊരു ഡ്രീം പ്രോജക്റ്റൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ 135 ഒക്കെ എടുത്തിട്ട് പണിയണം. അതായത് സ്ലീപ്പർ ബിൽഡ് കുറേ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടികളാണ് നമ്മുടെ RX. അതായത് ലുക്ക് വൈസ് വണ്ടി സ്റ്റോക്ക് ആയിരിക്കും, പക്ഷേ കൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ പണിയാൻ പറ്റുന്ന രീതിയിലുള്ള വണ്ടിയാക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു സീരീസിൽ, അതായത് ബ്രിങ്ങിങ് ബാക്ക് ലെജൻഡ്സ് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പായിട്ടാണ് ഞാൻ ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഇതിൽ സജഷൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടി കൊണ്ടുവരണമെങ്കിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് നോക്കാം. വണ്ടി കിട്ടുകയാണെങ്കിൽ ഞാൻ പരമാവധി നോക്കാം. ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുമ്പോൾ ഒരു 160 mm ആണ് വരുന്നത്. നമ്മൾ സ്റ്റിൽ നമ്മുടെ ഫോൺ വെച്ച് തന്നെ നോക്കുന്നുണ്ട്. ഒരു ഫോൺ ഇരിക്കും, 2 ഫോൺ, അതൊക്കെ 7 ഇഞ്ചിൻ്റെ 2 ഫോൺ, അതേപോലെ സെൻറ്റർ സ്റ്റാൻഡേർഡ് ആണ് ഇരിക്കുന്നത്. സ്റ്റിൽ ഒരു ഫോണിനെക്കാട്ടും കൂടുതലുണ്ട്. സോ എല്ലാ റിവ്യൂലും പറയുന്നതുകൊണ്ടാണ് ഞാൻ ഫോൺ വെച്ചിട്ട് ഞാൻ അങ്ങനെ കാണിച്ചു തരുന്നത്. ഈ ഒരു വണ്ടിക്കൊക്കെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ നോക്കിക്കൊണ്ടിരുന്നെങ്കിൽ നമ്മളവിടെ ഇരിക്കത്തേ ഉള്ളൂ. വേണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ നമ്മുടെ പ്രൈസിൽ കിട്ടിക്കഴിഞ്ഞാൽ എടുത്തോളണം. സീറ്റ് ഹൈറ്റ് എന്ന് പറയുമ്പോൾ 820 mm ആണ് സീറ്റ് ഹൈറ്റ് വരുന്നത്. പ്ലാന്റഡ് ഫുഡാണ്. ഞാൻ ഒരു 175 mm ഹൈറ്റ് ഉണ്ട് ഞാൻ. ഇനി ഇത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡൗട്ടായിരിക്കും, ഹൈറ്റ് ഉള്ളവർക്ക് ഇതിൻ്റെ കാലടിക്കുമെന്നു. യു ടേൺ എടുക്കുന്ന ഒരു പ്രശ്നം മാത്രമേ നമുക്ക് ഈ ഒരു കാല് തട്ടത്തുള്ളൂ. അത് കാല് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഡ്രൈവിംഗ് സ്കൂളിലിരിക്കുന്ന MIT തട്ടും പോലെയൊന്നും തട്ടുന്നില്ല. എന്നാലും ഇതിൻ്റെ വെയിറ്റൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. സ്റ്റിൽ ഇത്രയും വർഷമായിട്ട് ഇതിൻ്റെ മെറ്റൽ ബോഡി ആയിട്ടും
ഇതിന് വേറെ വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് പ്രോപ്പർ പെയിൻറ്റും ബാക്കിയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മെറ്റൽ ബോഡി ഇതേപോലെ തന്നെ കൊണ്ടു നടക്കാൻ പറ്റും. വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പോഴുള്ള ആക്റ്റീവൊക്കെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു 4 വർഷം ആ 5G തന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഫ്രണ്ട് മഡ് ഗാർഡ് ഫുള്ള് തുരുമ്പെടുത്ത് ഫുള്ള് പോകാറുണ്ട്. നമുക്കിതിനടുത്ത് വണ്ടി ഓടിച്ചു നോക്കാം. ഓക്കെ, ഫസ്റ്റ് കോർണർ. ഓക്കെ, 2 സ്ട്രോക്കാർ മിക്കവരും എന്നെ തെറി വിളിക്കും ചിലപ്പോൾ ഗിയർ മാറ്റണം കാണുമ്പോൾ. ഇതിൻ്റെ അത് 3rd ഗിയർ എന്നൊക്കെ പറയുമ്പോഴാണ് സെറ്റ് ഗിയറാണ്, നല്ല പുള്ളി ചെയ്യാൻ പറ്റുന്ന ഒരു ഗിയറാണ്. ഇത് വേറൊരു ഫീൽ തന്നെയാണ് നമുക്ക് ഇങ്ങനെ ഒരു 2 സ്ട്രോക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വണ്ടി ഓടിക്കുമ്പോഴെന്ന് പറയുമ്പോൾ. ഇതിൻ്റെ ഒരു ടോപ്പ് സ്പീഡ് അല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇത് മീറ്ററൊന്നും വർക്കിംഗ് അല്ല. ഒരു ഓണറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഓണർ പറഞ്ഞതെന്ന് പറയുമ്പോൾ അവനൊരു 100 ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഇതിൻ്റെ അകത്ത്. ഓക്കെ, ആ ഒരു ഇതുണ്ടല്ലോ ഗിയർ മാറ്റി എടുക്കുന്നത്, അത് വേറെ ഒരു വണ്ടിക്കും കിട്ടത്തില്ല. 2 സ്ട്രോക്ക് വണ്ടിക്കൊക്കെ മാത്രമേ കിട്ടൂ. പിന്നെ ഇത് വെച്ച് കിടത്തിയൊന്നും എടുക്കാൻ പറ്റത്തില്ല. കാർബറേറ്ററിൽ ചെറിയ മിസ്സിംഗ് ഒക്കെ ഉണ്ട്. ആ ഒരു ഏജിന് നമ്മൾ മാലിച്ച് നമ്മൾ അതിനൊന്നും പറയാനില്ല. നമ്മൾ മറ്റേ വണ്ടിയിലൊക്കെ ആയിരുന്നെങ്കിൽ ഫീലില്ല, ഫീഡ്ബാക്ക് ഇല്ല, മറ്റേ ഇല്ല, മാങ്ങയില്ല എന്നൊക്കെ പറഞ്ഞേനെ. ഗിയർ മാറ്റുമ്പോഴൊക്കെ ആ സൗണ്ട് എന്നോട് ക്ഷമിക്കണം. ഞാനിത് എല്ലാ ദിവസവും ഓടിക്കുന്നതല്ല, ഞാനിത് ഇടയ്ക്കിടയ്ക്ക് മാത്രം എൻ്റെ കിട്ടുന്ന ഒരു വണ്ടിയാണ്. സോ അതിൻ്റെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ടാവും. പെട്ടെന്ന് കാലിലൊന്ന് ഗിയർ മാറി കയ്യിൽ വരുമ്പോൾ കുറച്ച് ഇതൊക്കെ ഉണ്ട്. നമുക്ക് 0 to 60 പോലെ ഒരിക്കൽ ചെയ്ത് നോക്കാം. 0 to 60 ആവത്തില്ല, നമുക്ക് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. ഗോപ്രോയിൽ അതിൻ്റെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കൽ ചെയ്യുന്നതായിരിക്കും. അടുത്തതിൻ്റെ സീറ്റൊക്കെ എന്ന് പറയുമ്പം, സീറ്റൊക്കെ നിങ്ങൾക്ക് കണ്ടല്ലോ, ഇതൊക്കെ കുഷൻ ചെയ്തിട്ടുള്ളതാണ്. ഓൾറെഡി ഇത്രയും വർഷമായിട്ട് ഇതിൻ്റെ സ്റ്റോക്ക് സീറ്റൊക്കെ എന്തായാലും പോയിട്ടുണ്ടാവും. അപ്പോൾ ഇത് കുഷൻ ചെയ്തിട്ടുള്ളതാണ്. സോളോ ആയിട്ടൊക്കെ ട്രിപ്പ് പോകുന്ന ആളൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ വാങ്ങി വെച്ചോ. ജമ്മു ഒക്കെ വേണമെങ്കിൽ പോവാം. പാർട്സും കുറച്ചും കൂടി കയ്യിൽ കരുതിയിരുന്നാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി, ഇതിൻ്റെ അതായത് നമ്മളിപ്പോൾ ഇപ്പോൾ ഇതിന് ഞാൻ പറഞ്ഞല്ലോ ഇത് ഇത്രയും ഏജ്ഡ് ആണ്. അപ്പോൾ അന്നിറങ്ങിയ പേപ്പർ കട്ടിങ്സും അല്ലെങ്കിൽ അന്നിറങ്ങിയ ഇതിൻ്റെ ഒരു സ്പെക് ഷീറ്റൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു 55 ആണ് ഇതിൻ്റെ ബ്രാൻഡ് അല്ലെങ്കിൽ കമ്പനി പറഞ്ഞുകൊണ്ടിരുന്നത്. അത്രയൊന്നും കിട്ടൂല. ഇതിനൊരു 30 ഒക്കെയാണ് ഇതിൻ്റെ ഓണറിന് കിട്ടുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇതിന് വീണ്ടും നമ്മൾ പണിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കിട്ടത്തില്ല, ഇതിൻ്റെയും പകുതിയാവും. നിങ്ങൾ എങ്ങനെയൊക്കെ ചാമ്പറൊക്കെ ആഡ് ചെയ്താലും 20-25 നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾ 20-25 എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ അങ്ങ് പുച്ഛിച്ചൊന്നും തള്ളയൊന്നും വേണ്ട. 20-25 അത്യാവശ്യം അത്രയും പെർഫോമൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അത് നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട. ചില വണ്ടി നമ്മൾ എത്ര കൊടുത്തിട്ടും, എത്ര നമ്മൾ അങ്ങോട്ട് എഫേർട്ട് ഇട്ട് സാധനങ്ങൾ കൊടുത്തിട്ടും, അല്ലെങ്കിൽ നമ്മൾ അത്രയും പണി ചെയ്തിട്ടും നമുക്കൊരു നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം കിട്ടാത്തത് വരുമ്പോഴാണ് നമുക്കൊരു വിഷമം തോന്നുക. അതായത് നമ്മൾ മുടക്കുന്ന പൈസക്കുള്ള സാധനം അത് തരണുണ്ട്. സോ അതൊരു വിഷയമായിട്ട് തോന്നല്ല. 4th ഗിയർ, നമ്മുടെ 4 ഗിയറുണ്ട്. 4 ഗിയറും ഇപ്പോൾ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിൽ കുറച്ച് പ്രശ്നമുള്ളൂ. അതുകൊണ്ടാണ് ഗിയർ മാറ്റുമ്പം ചെറിയൊരു ഒരു ലാഗൊക്കെ ഫീൽ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വണ്ടികളെല്ലാം എന്ന് പറയുമ്പോൾ സൂപ്പർ ബൈക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ലിക്വിഡ് കൂൾഡ് എല്ലാം വരുന്ന വണ്ടികളായിരുന്നു എനിക്ക് അങ്ങനത്തെ വണ്ടി ആയിരുന്നു ഭയങ്കര ഇഷ്ടം കൂടുതൽ. ഞാനപ്പോൾ ആ ഇടയാണ് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു RX എടുത്ത് തന്നത്. അതായത് RX 100 തന്നു. RX 100 എടുത്തിട്ട് പറഞ്ഞു, ഓക്കെ നിനക്ക് സൂപ്പർ ബൈക്കൊക്കെ അല്ലേ ഇഷ്ടം, നീ ഒന്ന് RX ഓടിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പം ഞാൻ നോർമലി വണ്ടി എടുക്കുമ്പോൾ, അതായത് നമ്മുടെ പാഷൻ പ്രോ ഒക്കെ എടുക്കുമ്പോൾ ആ ഒരു രീതിയിലേ കണ്ടോളൂ ഞാൻ. അപ്പം ഞാൻ അതേപോലെ എടുത്തതാണ് വണ്ടി. അപ്പോൾ അതേപോലെ എടുത്തപ്പോൾ കുഴപ്പമൊന്നുമില്ല, നോർമൽ പവർ, സൗണ്ട് കൊള്ളാം, അത്രയും മാത്രമേ എനിക്ക് ഫീൽ വന്നുള്ളൂ. ഞാനപ്പോൾ ഇങ്ങനെ ഒരു വണ്ടീനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ, ഗിയർ ഡൗൺ ചെയ്തിട്ട് കൈ കൊടുത്തു. ആ വണ്ടിയുടെ സ്വഭാവം അങ്ങ് മാറിപ്പോയി. ആ വണ്ടിയുടെ ഫുൾ ക്യാരക്ടർ അങ്ങ് മാറി. വണ്ടി എൻ്റെ കയ്യിലെന്നങ്ങ് പോയി. വണ്ടി ഫ്രണ്ടൊക്കെ അങ്ങ് പൊന്തി, വീലിയൊക്കെ അടിച്ചു. ഞാൻ നോക്കിയപ്പോൾ പവർ വീലിയൊക്കെ വരുന്നു RX-ൽ നിന്ന്. എൻ്റെ കയ്യിൽ നിന്ന് ആദ്യമായിട്ട് പവർ വീലി ആവുന്ന ഒരു വണ്ടി നമ്മുടെ RX ആണ്, RX 100 ആണ്. ട്രക്കിനോടുള്ള ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയത് അവൻ്റെ നിന്നാണ്. ആ ഒരു ഇഷ്ടം പിന്നെ കണ്ടിന്യൂ ആയി. ചില ദിവസങ്ങളിൽ 2 സ്ട്രോക്ക് കിട്ടണം, എങ്ങനെയെങ്കിലും ഒരു 2 സ്ട്രോക്ക് ഓടിക്കണമെന്നൊക്കെ. ഇപ്പോൾ ഏതായാലും സാമുറായി ആയാലും
ഇപ്പോൾ 2 സ്ട്രോക്ക് കുറേ വണ്ടികളുണ്ടല്ലോ, ഏതെങ്കിലും ഒരു 2 സ്ട്രോക്ക് ഓടിക്കണമെന്ന് പറഞ്ഞൊരു മെൻ്റലി അങ്ങനെ ആയിപ്പോയിട്ടുണ്ട്. എനിക്ക് കുറേ അവസ്ഥകൾ വന്നിട്ടുണ്ട്. 2 സ്ട്രോക്കിൽ നിന്നുള്ള ആ ഒരു അഡിക്ഷൻ മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ളത് കുറച്ച് പാടാണ്. ഇപ്പോഴും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വണ്ടിയൊക്കെ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ക്രൈസാണ് ബ്രോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ RX എടുക്കുക, അല്ലെങ്കിൽ ഒരു 2 സ്ട്രോക്ക് വണ്ടി എടുത്ത് പണിഞ്ഞ് കൊണ്ടു നടക്കുക എന്ന് പറയുമ്പോൾ ഒരു ക്രൈസ് തന്നെയാണ്. അല്ലാണ്ട് അത് വേറെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല, അതൊരു ക്രൈസാണ്. നമുക്ക് 2 സ്ട്രോക്ക് വണ്ടികളുടെ പ്രൈസൊക്കെ പോകുന്നത്. RX Z-ൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ 2 ലക്ഷത്തിൽ കുറഞ്ഞ് അധികം വണ്ടിയൊന്നും കാണാറില്ല. സ്റ്റോക്ക് വണ്ടിക്കൊക്കെ ചിലവർ 2 ലക്ഷം രൂപയൊക്കെ ചോദിക്കും. നിങ്ങൾക്ക് എന്തായാലും ഞാൻ ഫുൾ സപ്പോർട്ടായിരിക്കും നിങ്ങൾ ഇതേപോലെയൊക്കെ ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ. ഇപ്പോൾ ഒരു പാരൻ്റാണിത് കാണണമെങ്കിൽ നിങ്ങളെ മക്കളെ ഒന്ന് 2 സ്ട്രോക്കിലൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കും. ഇത് വാങ്ങി നമ്മൾ ടാക്സ് കൊടുക്കുന്നതിനെക്കാട്ടി എന്തുകൊണ്ട് നല്ലതാണ് പഴയൊരു വണ്ടി എടുത്ത് പണിഞ്ഞു കൊണ്ട് നടക്കുക എന്ന് പറയുമ്പോൾ. 2 സ്ട്രോക്കിൽ പവർ വരുത്താനും എന്ത് കാര്യം ചെയ്യാനായാലും നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസും നിങ്ങൾക്ക് ഇഷ്ടംപോലെ ആക്സസറീസും അവൈലബിൾ ആണ്. അപ്പോൾ ടൈം എടുക്കുമെന്നേ ഉള്ളൂ, വേറെ പ്രശ്നമായിട്ട് ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അതായത് പാർട്സ് കിട്ടൂല എന്നൊന്നുമല്ല, പാർട്സൊക്കെ കിട്ടും. മോജോൻ്റെയൊക്കെ പാർട്സ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കൂലേ, അതുപോലെ വെയിറ്റ് ചെയ്യണമെന്നല്ല, നമുക്ക് ഇഷ്ടംപോലെ പാർട്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ആഫ്റ്റർ മാർക്കറ്റ് ഹെൽപ്പ് ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടില്ല, എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി. എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് കുറച്ച്, അവരെ ഒന്ന് ഞാൻ സോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ സോർട്ട് ചെയ്ത് എടുത്തു തരുന്നതായിരിക്കും. സോ വണ്ടിയായിട്ട് എന്ത് സാധനങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിൽ കമൻറ്റ് ചെയ്യാം. നമ്മൾ ചിലപ്പോൾ ഇത് ഓടിച്ചിട്ട് നമ്മളെ ഇരിക്കുന്ന വണ്ടി എടുത്ത് ഓടിക്കുമ്പോൾ നമുക്ക് റിഗ്രറ്റ് അടിക്കും, അയ്യോ 2 സ്ട്രോക്ക് എടുത്താൽ മതിയായിരുന്നല്ലോ. ഇതിൽ നമ്മളിങ്ങനെ കൈ വിടുമ്പോൾ നോർമൽ ചാമ്പറൊക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ് ഇങ്ങനെ ടിക് 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 എന്ന് പറഞ്ഞ് പൊട്ടും. അത് നല്ല രസമാണ് കേൾക്കാൻ വേണ്ടി. ഞാനിവിടെ എവിടെയെങ്കിലും ആരുടെയെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ടാവാം. ഇതിൻ്റെ അല്ല, RX-ൻ്റെ. ഇതൊക്കെ തന്നെയാണ് എൻ്റെ വെസ്പയുടെ റിവ്യൂ എന്ന് പറയുമ്പോൾ. അതിന് മുമ്പ് നമുക്കൊന്ന് വലിപ്പിച്ചെടുത്ത് നോക്കാം. സ്പീഡോമീറ്റർ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സ്പീഡൊക്കെ ചെക്ക് ചെയ്യാമായിരുന്നു. അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.